പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ പട്ടാള മേധാവി അസീം മുനീറിനെ പൊതുവേദികളിൽ കാണുന്നില്ല. കുടുംബത്തോടൊപ്പം അസീം മുനീർ പാകിസ്ഥാൻ വിട്ടുപോയോ എന്ന സംശയം ബലപ്പെടുന്നു. റാവൽപിണ്ടിയിലെ ബങ്കറിലാണ് പട്ടാള മേധാവി കഴിയുന്നതെന്നും രഹസ്യവിവരം. ഹാഷ്മി താജ് ഇബ്രാഹിം ശ്രീനഗറിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ പട്ടാള മേധാവി സ്ഥലം വിട്ടാൽ പിന്നെ പട്ടാളത്തിൻ്റെ അവസ്ഥ എന്താണ്? SK വളരെ പാനിക്കലാണ് പാക് പട്ടാളത്തിന്റെ ഉന്നത നേതൃത്വം. നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ പാക് പട്ടാള മേധാവി അസീം മുനീർ പക്ഷേ ഈ പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന്റെ പ്രകോപനങ്ങളുടെ നിര തെളിഞ്ഞാൽ അതിൽ ആദ്യത്തെ പേരുകാരൻ മേജർ ജനറൽ അസീം മുനീർ തന്നെയാകും. അദ്ദേഹം ഈ പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് ഒറ്റയാഴ്ച മുൻപാണ് അവിടെ നിന്ന് നടത്തിയ ഓവർസീസ് പാകിസ്ഥാനികൾക്ക് വേണ്ടി നടത്തിയ ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ചു. അതിൽ കാശ്മീർ ജഗുലാർ വെയിനാണെന്നും എന്ത് വില കൊടുത്തും അവിടെ പോരാടുന്ന സഹോദരങ്ങൾക്കൊപ്പം നിൽക്കും എന്നൊക്കെ പറഞ്ഞ് കടുത്ത ഇന്ത്യ വിരുദ്ധ കടുത്ത വർഗീയ പ്രസ്താവനകളൊക്കെ നടത്തിയ അസീം മുനീർ അതിനെ തുടർന്നാണ് തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ആ സമയത്തൊക്കെ വളരെ വോക്കലായി നിന്ന ഇന്ത്യൻ സൈന്യത്തെയും ഇന്ത്യയും ഒക്കെ വളരെ രൂക്ഷമായ ഭാഷ അധിക്ഷേപ വർത്താനങ്ങൾ അധിക്ഷേപിച്ച അസീം മുനീർ എന്നാൽ തീവ്രവാദി ആക്രമണത്തിന് പിന്നാലെ അദ്ദേഹത്തെ കാണാനില്ല എന്നാണ് പറയുന്നത്. സ്കെൻ അദ്ദേഹത്തിന്റെ കുടുംബം UK-യിലേക്ക് ഓൾറെഡി ഷിഫ്റ്റ് ചെയ്തു എന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് മാത്രമല്ല അവിടുത്തെ പാക് പട്ടാള നേതൃത്വത്തിന്റെ പ്രധാനപ്പെട്ട നേതൃനിരയിലെ കുടുംബത്തിലൊക്കെ പ്രൈവറ്റ് ജെറ്റുകളിൽ UK-യിലേക്കും US-ലേക്കും ഒക്കെ ഇതിനോടകം മാറ്റിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് ഏതാണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ സ്കെൻ ഇവരൊക്കെ അതിസമ്പന്നരാണ്. അവർക്ക് ഇവിടങ്ങളിലൊക്കെ ആസ്തിവകകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അസീം മുനീറിനെയും അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ പൊതുവേദികളിൽ കാണാനേ ഇല്ല. അദ്ദേഹത്തിന്റെ പൊതുപ്രസ്താവനകൾ കാണാനില്ല. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസ്താവനകൾ കാണാനില്ല. അപ്പോൾ സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ സംശയം ഉയരുന്നു, അസീം മുനീർ എവിടെയാണെന്ന സംശയം. അപ്പോൾ അസീം മുനീർ ഔട്ട് എന്ന രീതിയിൽ ഹാഷ്ടാഗ് വളരെ വ്യാപകമായപ്പോൾ അവിടുത്തെ പാക് പ്രധാനമന്ത്രി അബോട്ടാബാദിൽ നടന്നൊരു പാസിംഗ് ഔട്ട് പരേഡിൽ അസീം മുനീറിനൊപ്പം ഇരിക്കുന്ന ഒരു ചിത്രം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. പക്ഷേ ആ ചിത്രവും എപ്പോഴാണ് ഏതാണ് എന്നതിനെക്കുറിച്ച് ചില സംശയങ്ങൾ നെറ്റിസൺസ് ഉന്നയിക്കുന്നുണ്ട്. അതല്ല അസീം മുനീർ റാവൽപിണ്ടിയിലെ ബങ്കറിലാണോ എന്ന സംശയം ചിലർ പറഞ്ഞു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇതിനു മുമ്പ് പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് മുമ്പ് പൊതുവേദികളിൽ വളരെ സജീവമായിരുന്ന ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളൊക്കെ വളരെ സജീവമായിരുന്നു. ആ മീറ്റിങ്ങുകളിലൊക്കെ വോക്കലായി കാര്യങ്ങൾ അങ്ങേയറ്റം അതിരുവിട്ട രീതിയിൽ ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തിയ അസീം മുനീറിനെ തീവ്രവാദി ആക്രമണത്തിന് പിന്നാലെ ഒന്നുമേ കാണാനില്ലെന്ന് അറിയാൻ കഴിഞ്ഞു. അസ്കേൻ ഈ അസീം മുനീർ ചില്ലറക്കാരനല്ല. ഇവരുടെ പാക് ISI മേധാവി എന്ന് പറഞ്ഞാൽ അവരുടെ ചാരസംഘടന ISIയുടെ നേരത്തെയുള്ള മേധാവിയാണ്. ഈ പറയുന്ന സകലവിധமான തീവ്രവാദ ഭീകരവാദ എലമെന്റ്സുമായും അടുത്ത ബന്ധമുള്ള ആളാണ്. അസീം മുനീറിന് യഥാർത്ഥത്തിൽ അയാൾക്ക് പാക് പട്ടാള മേധാവി ആവാനല്ല താല്പര്യം, പാക് പ്രധാനമന്ത്രി ആവാനാണ്. അവിടെ ഭരണത്തെ അട്ടിമറിക്കാനുള്ള ലക്ഷ്യം എന്നൊക്കെയുള്ള ചില വിമർശനങ്ങൾ പാകിസ്ഥാനിൽ തന്നെ ചില ജനാധിപത്യവാദികൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം, പാക് പട്ടാളത്തെ ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ മുന്നിൽ നയിക്കേണ്ട ഒരാൾ, ഒരു പട്ടാള മേധാവി അപ്രത്യക്ഷമായിരിക്കും എന്നുള്ളത് പാക് പട്ടാളത്തിനുണ്ടാകുന്ന നാണക്കേട് ചെറുതല്ല. അതുമാത്രമല്ല സ്കെൻ, പാക് പട്ടാളത്തിൽ നിന്ന് അവരുടെ ടോപ്പ് റാങ്ക് ആൻഡ് ഫയലിൽ നിന്നുള്ള പലരും രാജിവെച്ചു പോകുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. കുറേയധികം സൈനികർ രാജിവെച്ചു പോകുന്നുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നു. അതിനെതിരെ സൈനിക നേതൃത്വം കർശനമായ നടപടിയിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യയുടെ ഒരു ശക്തമായ കൗണ്ടർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ സർജിക്കൽ സ്ട്രൈക്കിൽ കണ്ടതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെലക്റ്റീവ് അല്ലാതെ ഒരു ശക്തമായ കൗണ്ടർ അറ്റാക്ക് പാകിസ്ഥാൻ ഭയക്കുന്നുണ്ടെന്ന കാര്യം തർക്കമില്ല. അത് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ നവാസ് തന്നെ ഈ അടുത്ത റോയിട്ടേഴ്സ് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യൻ ആക്രമണം ആസന്നമാണ് എന്ന് പാക് പ്രതിരോധ മന്ത്രി തന്നെ സ്ഥിരീകരിച്ച് പറയണമെങ്കിൽ എത്രത്തോളം അവർ ആശങ്കപ്പെടുന്നുണ്ടെന്ന കാര്യം മനസ്സിലാക്കണം. ചൈനയുടെ വാതിൽ പോയി മുട്ടുകയും ഈ പറയുന്ന രീതിയിൽ സഹായം അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൊക്കെ മാത്രമല്ല ആണവ ഭീഷണിയിൽ അല്ലെങ്കിൽ അതിർത്തിയിൽ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ സൈനിക വിന്യാസം എന്ന രീതിയിൽ പുറത്തു കാണിക്കുന്ന പ്രതീതി സൃഷ്ടിയിലൊക്കെ ഇന്ത്യ പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ അതിശക്തമായ ഒരു പ്രത്യാക്രമണം അവർ പ്രതീക്ഷിക്കുന്നു. അപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ചോദ്യം, വേർ ഈസ് മേജർ ജനറൽ അസീം മുനീർ എന്നതാണ്. SK ഹാഷ്മി താജ് ഇബ്രാഹിം ആണ് നമുക്കൊപ്പം ചേർന്നത്.